കൊച്ചിയിൽ പല സ്ഥലങ്ങളും കടലാക്രമണം രൂക്ഷമാണ്. കണ്ണമാലിക്കാർക്കൊക്കെ വലിയ പരാതിയാണ്. കൊച്ചിയിലെ കണ്ണമാലിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. കണ്ണമാലിയിൽ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ഏകദേശം 9ഓളം ദിവസങ്ങളായി കണ്ണമാലിയിലും ചെറിയകടവിലും ഒക്കെ വലിയ പ്രതിസന്ധിയാണ് കടലുകയറ്റത്തെ തുടർന്ന് ഉണ്ടാകുന്നത്. അവർ ഈ അധികാരികളോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് മടുത്തു. ഇന്നലെ വലിയ പ്രതിഷേധമുണ്ടായത്. ഇന്നും ഇപ്പോൾ റോഡ് തടഞ്ഞു പ്രതിഷേധത്തിലാണ് അവർ. ഈ വഞ്ചിയും അതോടൊപ്പം തന്നെ ഈ കടലിൽ നിന്ന് എത്തിയ വേസ്റ്റ് അടക്കം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ റോഡ് തടഞ്ഞിരിക്കുന്നത്. ചെല്ലാനം കണ്ണമാലി റോഡാണിത്. എന്താണ് ഇവർക്കൊരു ഉറപ്പ് നൽകാൻ അധികാരികൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കടലിൽ നിന്നെത്തുന്ന ഈ തിരക്കൊപ്പം എത്തുന്ന വേസ്റ്റുകൾ ഒരു വീട്ടിൽ കയറി അടിഞ്ഞു കിടക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഈ ചെല്ലാനം മാതൃകയിലുള്ള ടെട്രോപോഡ് കണ്ണമാലി ഭാഗത്തേക്കും എത്തിക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. നടപടികളൊക്കെ പുരോഗമിക്കുന്നു എന്ന് മാത്രമാണ് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചത്. പക്ഷേ കോടതിയുടെ ഭാഗത്തുണ്ടായ ഒരു വിമർശനം ഒക്ടോബറിൽ തുടങ്ങേണ്ട പ്രവർത്തനം എന്തുകൊണ്ട് ഏപ്രിലേക്ക് മാറ്റി എന്നുള്ളതാണ്. ആളുകളൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. ചേട്ടൻ, പ്രതിഷേധം തുടരാനാണോ തീരുമാനം? നാളെ കൂടി ഉണ്ടാവും. നാളെ കൂടി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഇവിടെ തോമ്പടി ഇല്ല യൂട്ടിപ്പത്തിന് അവിടെ സമരമുണ്ട് അച്ഛന്മാരുടെ. ഈ വീട്ടിലേക്ക് കാര്യമായി പ്രശ്നങ്ങൾ ലോഡ എല്ലാ വീട്ടിലും വെള്ളം ലോഡ കയറിക്കണം, മുങ്ങിക്കിടക്കണം. ഇന്നലെ 12 മണിയായിട്ടും വെള്ളം നിന്നിട്ടില്ല. ഇച്ചിരി കൂടുതലാണെന്ന് കയറിക്കണം. അതുകൊണ്ട് സംഭവിക്കണത്. അല്ലാണ്ട് ഞായറാഴ്ച ഇനി എങ്ങനെയാണെന്ന് അറിയാം. ഇന്നും എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. ഇവിടെ വാടകയ്ക്കെല്ലാം പോയി കിടക്കണേ, അങ്ങനെ വെള്ളം കയറണത്. ചേട്ടാ, വീട്ടിലെന്താ അവസ്ഥ? വീട് മുങ്ങിക്കിടക്കണേ സാറേ, മൊത്തം മുങ്ങിക്കിട. രാത്രി 12 മണി ഇപ്പോൾ തുടച്ച് ആൾക്കാരൊന്ന് കിടക്കണ്ടേ, ചെറിയ പിള്ളേരെ നാട്ടിൽ. എല്ലാ ദിവസവും ഇത് തന്നെ ദുരിതം. കുറേ കൊല്ലം ഇത് അനുഭവിക്കണത്. എന്ത് ചെയ്യാൻ? അതേ രാവിലെ മുതൽ വന്നിരിക്കണേ, ഒരു പരിഹാരവും ഇല്ല. ഈ സർക്കാരിനോടൊക്കെ പറഞ്ഞിട്ട് എടുത്ത ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യവുമില്ല. അവരിങ്ങനെ തിരിഞ്ഞുകൂടി നോക്കണത്. അവരെ ഒരു 3 കൊല്ലമായി ഇപ്പോൾ ഇട്ട് കളിയാക്കണം. ഞങ്ങൾ ഏവന്നി അങ്ങനെ ചെയ്യാൻ പോണ വീട്ടിൽ ഈ ആളും ഇല്ല, ഈ ആൾക്കാരും ഇല്ല. ഇപ്പം എന്താ വീട്ടിൽ ഫുള്ള് വെള്ളമാണ്? വെള്ളവും ചാറും ചെളി. ഇറങ്ങിപ്പോയാൽ പിന്നെ ചേറ് മാറ്റാൻ വേറെ പിന്നെ ഈ പിന്നത്തെ പണി ചാറാണ്. പിന്നെ ഇത് അത് വാരി മാറ്റാനാണ്, ഇങ്ങനെ തുടച്ച് മാറ്റാം. ചേട്ടാ, ഇത് കുറേ വർഷമായി പറയുന്നത് ഇപ്പൊ ചെല്ലാനത്ത് ചെയ്ത പോലെ ഇവിടെയും ചെയ്യണം. പക്ഷെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഒരു രാഷ്ട്രീയക്കാരും കൂടെ നോക്കണം. ഞങ്ങൾ വോട്ടം മേടിച്ചവർ പോകണവർ ഒരു MP ഉണ്ട്, ഒരു MLA ഉണ്ട്. ഒരാളിങ്ങനെ തിരിഞ്ഞു നോക്കണില്ല. ഇന്നലെ 1 മണി രാത്രി അപ്പോൾ ഞങ്ങൾ കിടന്ന് ഉറങ്ങണത് ഈ ചേറെല്ലാം കഴിക്കണം. മത്സ്യത്തൊഴിലാളികളുടെ സൈന്യമാണ് കേരളത്തിന്റെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശരിയാണ്. പക്ഷേ ഞങ്ങൾ നോക്കണം, ആരുമില്ല നോക്കാൻ വേണ്ടി. ഇപ്പോൾ പെരക്കത്ത് തുടങ്ങാക്കല്ലേ, പണിക്ക് പോട്ടും വേണ്ടിയൊക്കെ ഞങ്ങൾക്ക് കുടുംബത്തിൽ കാണാക്കല്ല. ഒരു പള്ളിയിൽ പോകാൻ പറ്റില്ല, കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഇത് ഇതാണ് അവരുടെ പ്രശ്നം. ഇതെല്ലാം വളരെ വ്യക്തമായി അവർ തന്നെ പറഞ്ഞു. അതായത് വീട്ടിൽ കയറാൻ പറ്റുന്നില്ല, ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുന്നില്ല, പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പറ്റുന്നില്ല, കുട്ടികളെ സ്കൂളിൽ പോലും വിടാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ കണ്ണമാലി മേഖലയിലുള്ള ആളുകൾ നേരിടുന്നത്. ഈ കടൽ ഉച്ചയോടുകൂടി വീണ്ടും ശക്തമായിരിക്കും. അതിനുശേഷം കടലിറങ്ങിപ്പോകുമ്പോൾ ആ കടലിൽ നിന്ന് വന്ന വേസ്റ്റ് ആ വീട്ടിൽ കിടക്കും. അത് മാറ്റാൻ ഏകദേശം ഒരു 2-3 ദിവസം എടുക്കും. ക്യാമ്പിലേക്ക് പോകുന്ന ഏർപ്പാടൊക്കെ നിർത്തി. കാരണം എല്ലാ തവണയും ക്യാമ്പിൽ എത്തിക്കുന്ന ഘട്ടത്തിൽ ഇവർക്ക് അധികാരികൾ നൽകുന്ന ഉറപ്പ് ഇത്തവണ നിങ്ങൾക്ക് ടെട്രോപോഡ് നൽകാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണ്. പക്ഷേ ആ ഉറപ്പ് ഒരു പാഴ്വാക്കായി പോകുന്നു. വീണ്ടും അടുത്ത വർഷം കടൽ കയറും. അതിങ്ങനെ തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്നു. ഒരു ശാശ്വത പരിഹാരം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് വരെ ഈ പ്രതിഷേധം തുടരേണ്ട സാഹചര്യമാണ് ഇവർക്കുള്ളത്. അത്രമേൽ ഗതികേടിലാണ് ഈ കണ്ണമാലിയിലെ തീരദേശവാസികൾ ഉള്ളത്. SK വിഷ്ണു സുരേഷാണ് കൊച്ചിയിലെ കണ്ണമാലിയിൽ നിന്നും ചേർന്നത്.